ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. റെസിപ്രോക്കൽ മെത്തേഡിലുള്ള സെക്കൻഡ് മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുക്കുന്നതെന്നാണ് ഈ ഒരു മെത്തേഡിൽ നോക്കുന്നത്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ അപ്രോഷൻസ് ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ അഗ്രീഡ് പെർസെൻറ്റേജ്. നമ്മൾ ചെയ്യുന്ന പോലെ എങ്ങനെയാണ്, നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, അപ്രോഷൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ആർക്ക്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ മറ്റുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്താണ്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് റിപ്പീറ്റഡ് ടിൽ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ എക്സ്ഹോസ്റ്റഡ് ഓർ ദ ഫിഗർ ബിക്കം ടു സ്മോൾ. എന്താണ്, നമ്മൾ ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം ഒരു വട്ടം എല്ലാവർക്കും കൊടുത്തു. ഇപ്പം 2000 എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ടോട്ടൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എങ്കിൽ ഇത് നമ്മൾ എയിലേക്കും ബിയിലേക്കും സിയിലേക്കും 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവും ഇത് അപ്രോഷൻ ചെയ്ത് കഴിഞ്ഞത് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു എമൗണ്ട് എക്സോസ്റ്റ് ആവുന്നവരെയോ അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ടിനെ ചെറുതാവുന്നവരെയോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അപ്രോഷൻ ചെയ്യണം. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. വെൻ ദ ഫിഗർ ബിക്കം വെരി സ്മോൾ, ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 2000 നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ബാക്കി 1000 ഉണ്ടെന്ന് വിചാരിക്കുക, അത് പിന്നെയും ചെറുതാക്കുക. അങ്ങനെ ചെറുതാക്കി അവസാനം എക്സ്ഹോസ്റ്റ് ആയി പോവുകയോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 10 ചെറുതാവുന്നത് വരെ അല്ലെങ്കിൽ മൈനസ് ഫിഗറിലോട്ട് പോവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ ഫിഗർ ബിക്കം വെരി സ്മോൾ ദേ ആർ അപ്രോഷൻസ് ടു ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓൺലി. ഏറ്റവും അവസാനം ഇപ്പം ലാസ്റ്റ് ഒരു 500ലേക്കോ അല്ലെങ്കിൽ ഒരു 100ലേക്ക് വരെ ചുരുങ്ങിയെന്ന് വിചാരിക്കുക. ടോട്ടൽ കോസ്റ്റ് 2000 ഉണ്ടായിരുന്ന ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ അപ്രോഷൻ ചെയ്ത് അവസാനം വരുന്നത് 100ലാണെന്ന് വിചാരിക്കുക. ഈ 100ൽ വരുമ്പോൾ പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യാനോ പറ്റുള്ളൂ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ അപ്രോഷൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് കൂടിയും പറയുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഇത്രയേ ഉള്ളൂ. നമുക്കുള്ള സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് നമ്മൾ എന്താണ് എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതേപോലെ എല്ലാ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എന്ത് ചെയ്യുന്നു, അപ്രോഷൻ ചെയ്ത് കൊടുക്കുന്നു തന്നിരിക്കുന്ന പെർസെൻറ്റേജിൻ്റെ ബേസിൽ. ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക, നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എക്സ്ഹോസ്റ്റ് ആവുക, അത് കുറയുന്നവരെയും അത് ഇല്ലാതാവുന്നവരെയും നമ്മൾ എന്ത് ചെയ്യണം, അത് റിപ്പീറ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് സ്മോൾ എമൗണ്ട് അല്ലെങ്കിൽ വെരി സ്മോൾ ഫിഗർ എല്ലാം ആവുമ്പം അത് പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ പ്രോസസ്സിൽ പോകുന്നതുകൊണ്ടാണ് ഇതിനെ കണ്ടിന്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സിമ്പിളാണ്, ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓവർഹെഡിൻ്റെ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. യു ആർ സപ്ലൈഡ് വിത്ത് ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് റിക്വയർ ടു വർക്ക് ഔട്ട് ദ production hour rate of recovery of overhead in department A, B, C under the repeated distribution method. Repeated distribution methodൽ നമ്മളോട് വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഓവർഹെഡ് സമ്മറിയാണ്, പ്രൈമറി ഓവർഹെഡ്സ് ആണ് തന്നിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ A, B, C ആണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൻ്റെ ഓവർഹെഡ് സമ്മറി തന്നിട്ടുണ്ട്. അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് Pയും Q ആണ്, അതിൻ്റെ ഓവർഹെഡ് സമ്മറിയും തന്നിട്ടുണ്ട്. ദ എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് P ആൻഡ് Q ആർ അപ്രോഷൻ അണ്ടർ. ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും 2 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആണുള്ളത്, Pയും Qയും.
അത് ഈ പ്രൊപ്പോർഷൻസിലാണ് പിയുടെയും ക്യൂയുടെയും ഓവർഹെഡ് ഈ ഒരു പ്രൊപ്പോർഷൻസിലാണ് എന്ത് ചെയ്യുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കൊടുക്കുന്നത്. പീൻ്റെ ആണ് ഫസ്റ്റത്തത്. പീൻ്റെ ഓവർഹെഡ് ഏത് പെർസെൻറ്റേജിലാണ്? 30%, 40%, 20%, 10%. ഇത് വേണമെങ്കിൽ നമുക്ക് 3:4:2:1 എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്യൂയുടെ പെർസെൻറ്റേജ് പറയുന്നത് 10%, 20%, 50 and 20. വേണമെങ്കിൽ നമുക്ക് 1:2:5:2 എഴുതാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജിലാണ് നമ്മളോട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട് എസ്റ്റിമേറ്റഡ് വർക്കിംഗ് ഹവേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ആസ് അണ്ടർ. നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് പ്രൊഡക്ഷൻ്റെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ഷൻ ഹവേഴ്സാണ് തന്നിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് എയുടെ തന്നിരിക്കുന്നത് 1000 ഹവേഴ്സാണ്. ബിയുടെ തന്നിരിക്കുന്നത് 2500 ഹവേഴ്സാണ്. ദെൻ 1400 ഹവേഴ്സാണ് സിയുടേത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ എങ്ങനെയാണ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോളമാണ് ആദ്യം വെക്കുന്നത്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി ഓഫ് ഓവർഹെഡ് ആണ്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഐറ്റംസ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് ആണ് ഈ ഒരു കോളത്തിൽ എഴുതേണ്ടത്. പിന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് 3 എണ്ണം. ദെൻ അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൈമറി ഓവർഹെഡ് തന്നിട്ടുണ്ട്. അതായത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സമ്മറി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് പ്രൈമറി ഓവർഹെഡ്? പ്രൈമറി ഓവർഹെഡ് തന്നിട്ടുള്ളത് എക്ക് 7810 ബിക്ക് 12543 സിക്ക് 4547 പിക്ക് തന്നിട്ടുള്ളത് 4000 ആണ്. ദെൻ ക്യൂക്ക് തന്നിട്ടുള്ളത് 2600 ആണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ സമ്മറി തന്നിട്ടുള്ളത്, പ്രൈമറി ഓവർഹെഡ് സമ്മറി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ. ആദ്യം നമ്മൾ ചെയ്യുന്നത് പിയുടേതാണ് അല്ലേ? പിയുടെ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത്. അപ്പോൾ പി എന്ന് പറയുന്നത് പിക്കുള്ളത് ടോട്ടലുള്ളത് 4000 ആണ് ഓവർഹെഡ് ഉള്ളത്. ഈ ഒരു ഓവർഹെഡിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്കും ബിക്കും സിക്കും ക്യൂനും എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ഓവർഹെഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം പിയുടെ ആവുമ്പോൾ ഇതിനെ നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം പിക്ക് നമ്മൾ ഏത് റേഷ്യോയിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടേത് കൊടുക്കുന്നത്? ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ എക്സ്പെൻസസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏത് റേഷ്യോയിലാണ് പിയുടേത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 3:4:2:1 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ്. 3:4:2:1. 3 എന്ന് പറഞ്ഞത് എക്കാണ്, 4 എന്ന് പറയുന്നത് ബിക്കാണ്, 2 എന്ന് പറയുന്നത് സിക്കാണ്, 1 ആർക്കാണ്? ക്യൂക്കാണ്. ഓക്കെ. അപ്പം ഇത് മൊത്തം എത്രയാണ്? 3. ഓക്കെ. ഇന്ന് ടോട്ടൽ എത്രയാണുള്ളത്? 10 ആണ് ഉള്ളത്. ഓക്കെ, 10 ആണ് ഉള്ളത്. അപ്പോൾ 3/10 4000ൻ്റെ 3/10 എ കൊടുക്കുന്നു, 4/10 ബി കൊടുക്കുന്നു, 2/10 സിക്ക് കൊടുക്കുന്നു. അതേപോലെ 1/10 ക്യൂക്കും കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ ആണ് 12,000 വരുന്നു. ദെൻ 12,000 അല്ല 1,200. ദെൻ 1,600 വരും. ദെൻ 800 വരും. അതേപോലെ പിക്ക് കൊടുക്കുമ്പം 400 വരും. ഇനി നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആരുതാണ്? ക്യൂവിൻ്റെതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൻ്റെ എക്സ്പെൻസ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഏത് റേഷ്യോയിലാണ് കൊടുക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏത് റേഷ്യോയിലാണ് കൊടുക്കേണ്ടതെന്ന്. ആ റേഷ്യോയിലാണ് കൊടുക്കുക. അപ്പോൾ തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:2:5:2 നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ.
അപ്പം ക്യൂടേതാണ് ക്യൂടെ നമ്മൾ ക്യൂവിൻ്റെ ഏതാണ് ഈ ഓവർ ഹെഡ് ആയിട്ടുള്ള 2600 ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ഫിഗർ ആക്കി എഴുതാം. ഇതും ഞാൻ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റെഡിൽ എഴുതുന്നത്. അപ്പം ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇത് മൊത്തം എത്രയുണ്ട്, 6 4 10 തന്നെയാണ് ഇതും ഉള്ളത്, മൊത്തം 10 തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ക്യൂടെ ടോട്ടൽ ഉള്ളത് 3000 ആണ്. ഓക്കെ, 3000 ആണ് ക്യൂടെ ടോട്ടൽ ഉള്ളത്. കാരണം ഇവിടെ നമുക്ക് 400 കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ വന്നിട്ടുണ്ട്. പീഡത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പം 400 കൂടി ഉണ്ട്. അതുകൊണ്ട് 2600 പ്ലസ് 400 എത്രയാണ്, 3000. ഈ 3000 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് മൈനസ് ഫിഗർ ആണ്. ഇതിനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 300 then 600 then 1500 then 600. ഓക്കെ, സാധാരണ നമ്മൾ ഇതോടെ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇത് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനാണ്. നമ്മുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റുകൾ ചെറുതാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി നോക്കിയേ, ഇവിടെ 6, ഇനി പിയുടെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പിയിലേക്ക് വരുമ്പം ഇവിടെ 600 ഇനിയും ഉണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ, 600 ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു 600നെ നമ്മൾക്ക് തന്നിരിക്കുന്ന റേഷ്യോയിൽ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അത് ഡിപ്പാർട്ട്മെൻറ്റ് പിയുടെ റേഷ്യോയിലാണ് നമ്മൾ കൊടുക്കുക. ഈ ഒരു 600 ആണ് ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ അനുസരിച്ച്, ആ ഏതായിരുന്നു പ്രൊപ്പോർഷൻ, 3:4:2:1 എന്ന് പറഞ്ഞാൽ ആ പ്രൊപ്പോർഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 180 ആയിരിക്കും, ദെൻ 240, then 120, then 60 വരും. ഓക്കെ, 60. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ വന്നതുള്ളത് ക്യൂലെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു 60 ആഡ് ആയിട്ട് വന്നു. അപ്പോൾ ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂടത് എന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇവിടെ ഇനി 60 മാത്രമേ ഉള്ളൂ അല്ലേ, ക്യൂലാകെ 60 മാത്രമേ ഉള്ളൂ. ആ -60 ആണ് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് ഏത് റേഷ്യോയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോയിൽ. നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്, ഈ അതേ സെയിം റേഷ്യോയിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂടതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. 1:2:5:2 എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 60നെ നമ്മൾ ഈ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 6, 12, 30, then 12 വരും. ഓക്കെ, അപ്പോൾ ഇനി ഒരു വട്ടവും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഈ ഒരു 12നെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം 12നെ. അപ്പോൾ നമ്മൾ അതിനെ ഇനി എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് സെയിം പിയുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം -12 ഇതാണ്. ഇനി ഈ 12 ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 12, അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് വരുന്നത്, പി ആണ് അല്ലേ, ഡിപ്പാർട്ട്മെൻറ്റ് പി ആണ് വരിക. നമ്മൾ റേഷ്യോ ഏതായിരുന്നു, 3:4:2:1 ആണ് റേഷ്യോ വരുന്നത്. ഓക്കെ, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. 4, 5, 3. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് 3, 4 എന്നല്ല വരിക, 3.6 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്രോക്സിമേറ്റ് ആണ് എടുക്കുന്നത്. അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ 12നെ നമ്മൾ 1ൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് 1/10 വെച്ചുകൊണ്ട് ഈ 12നെ നമ്മൾ ക്യൂയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പോയിൻറ്റ് ഫിഗേഴ്സ് വരും. 1.2 ഒക്കെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്താണ്, നമുക്ക് ഇപ്പോൾ കണ്ട പോലെ നമ്മളിത് എന്ത് ചെയ്തു, ചെറുതാക്കി വന്നു. അപ്പം ഈ ഒരു എമൗണ്ട് സ്മോൾ ആവുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്. ഓക്കെ, ഈ 12നെ നമുക്ക് 4, 5, 3 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്.
ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സാധാ ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്യുമ്പം ഫസ്റ്റത്തെ എ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് ടോട്ടലാണ് ചെയ്യുന്നത്. ടോട്ടൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ എത്രയാണ് വരിക, ഇതെല്ലാം കൂടി കൂട്ടിയതാണ് എ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ വരിക. 9,500, then 15,000, then 7,000. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു, പ്രൊഡക്ഷൻ ഹവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ ഹവർ കണ്ടുപിടിക്കണം. അതായത് എ ബി സിയുടെ പ്രൊഡക്ഷൻ ഹവറാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊഡക്ഷൻ ഹവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഹവേഴ്സ് ആണ്. രണ്ടും നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്മൾ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുന്നത് ഇതാണ്, ടോട്ടൽ ഓവർഹെഡ്. ഓക്കെ, ഇത് ഡിവൈഡഡ് ബൈ എന്താണ്, വർക്കിംഗ് ഹവേഴ്സ്. വർക്കിംഗ് ഹവേഴ്സും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൊഡക്ഷൻ ഹവേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഹവേഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഹവേഴ്സ് ആണ്. ഏതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. എയുടെ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുന്നത് 9,500 ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് തന്നിരിക്കുന്ന തന്നിരിക്കുന്ന വർക്കിംഗ് ഹവേഴ്സ് എത്രയാണ്, 1000 ആണ് തന്നിരിക്കുന്നത്. അപ്പം എയുടെ പ്രൊഡക്ഷൻ ഹവേഴ്സ് എന്ന് പറയുന്നത് 9.5 ഹവേഴ്സ് ആണ് വരാം. ഓക്കെ, പ്രൊഡക്ഷൻ ഹവേഴ്സ് റിക്കവറി റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതേപോലെ ബിയുടേത് കണ്ടുപിടിക്കാനാണെങ്കിൽ ബിയുടെ തന്നിട്ടുള്ള ടോട്ടൽ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 15,000 ആണ്. ഡിവൈഡഡ് ബൈ ഹവേഴ്സ് തന്നിരിക്കുന്നത് 2,500 ആണ്. ഓക്കെ, അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 6 hours ആണ് റിക്കവറി റേറ്റ് ആണ്. 6 ആണ് റിക്കവറി റേറ്റ് വരുന്നത്. ദെൻ സിയുടേത് കണ്ടുപിടിക്കുമ്പം 7,000 ഡിവൈഡഡ് ബൈ 1,400 ഇത്രയാണ് റേറ്റ് വരിക. 5 ആണ് റിക്കവറി റേറ്റ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഹവേഴ്സ് റിക്കവറി റേറ്റ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ വർക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടിയും ചെയ്ത് നോക്കുക. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.